ഒരു വശത്ത് നെയ്യാറും മറുവശത്ത് അഗസ്ത്യാർ മലയും. അങ്ങനൊരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. അതാണ് കതിരുമുടി. ഇന്നത്തെ നമ്മുടെ യാത്ര കതിരുമുടിയിലേക്കാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ മാറി കോട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എലിഫൻസിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അഗസ്ത്യമല ബയോ റിസർവിൻ്റെ പാർട്ടാണ് ഈ ഒരു മേഖല. ഈ കോട്ടൂരിനടുത്തായിട്ടാണ് കതിരുമുടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്കോ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് കതിരുമുടിയിലേക്കൊരു ട്രെക്ക് നടത്തുന്നുണ്ട്. കോട്ടൂർ തന്നെയുള്ള കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ നിന്ന് നമുക്കിതിനുള്ള ടിക്കറ്റ്സ് എടുക്കാവുന്നതാണ്. മിനിമം 5 പേരാണ് ഈ ട്രെക്കിന് ആവശ്യമായിട്ട് വരുന്നത്. 2500 രൂപയാണ് 5 പേർക്കായിട്ട് ചാർജ് ചെയ്യുന്നത്. 10 കിലോമീറ്ററിന് മുകളിൽ അപ്പ് ആൻഡ് ഡൗൺ ഡിസ്റ്റൻസ് വരുന്ന ഈ ഒരു ട്രെക്ക് ചെയ്യാനായിട്ട് ഏകദേശം 6 മണിക്കൂറാണ് സമയം വേണ്ടി വരുന്നത്. ഈ ട്രെക്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വനം വകുപ്പ് തന്നെ ഏർപ്പാടാക്കിയ ഒരു ഗൈഡ് ഉണ്ടാവും. മൺസൂൺ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ടൈമാണ് ഈ ഒരു ട്രെക്കിന് ഏറ്റവും പറ്റിയ സമയം. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും. കാടും പാറക്കെട്ടുകളും പുൽമേടുകളും നിറഞ്ഞൊരു പാത്താണ് ഈ കതിരുമുടി ട്രെക്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസിനെ കാണാനുള്ള സാധ്യതയുണ്ട്. കതിരുമുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വശത്ത് അഗസ്ത്യമലയും മറുവശത്ത് നെയ്യാറുമാണ്. ഏത് വശത്തേക്ക് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ട്രെക്കിൽ നമുക്ക് കിട്ടുന്നത്. കൂടെ കുറച്ച് മഞ്ഞും മഴയും കൂടെ കിട്ടിയാലോ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മഴക്കാലത്ത് നടത്തിയൊരു യാത്രയുടെ വീഡിയോസാണിത്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. തിണ്ടിക്കെട്ടല്ലേ എടുക്കാനാണോ? കണ്ടുകഴിഞ്ഞു. ഇനി ഒന്ന് നോക്കാൻ ട്രെക്ക് സഫലമായിരിക്കുന്നു. അത് അധിക സമയം ആയിട്ടില്ലല്ലോ. അപ്പം അധികം ബലം കൊടുത്ത് പോകണ്ട കേട്ടോ. ഇവിടെ മറ്റേ സ്ലോത്ത് പെയർ മാത്രമല്ലേ ഉള്ളൂ, ചെറുത്. ഫ്രെയിമിൽ ഞാനില്ല അല്ലേ? എടുക്കാണ് 2 വടിയൊക്കെ ആയിട്ട്. ഹിമാലയം കയറുക. ഹിമാലയൻ ട്രക്കാണ്.
നോർമൽ ടൈമിൽ ബ്ലൂം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബ്ലൂം ചെയ്യുന്നതുകൊണ്ടാണോ? കാൽപ്പാട് കണ്ടായിരുന്നു ഞാൻ. ഓടിയോ? യെസ് മാൻ. അതിന് മേളിൽ കയറുന്നു. ഇവിടെയൊക്കെ നല്ല ചവിട്ടിയിട്ടുണ്ട്. ആരാ അവിടെ കല്ലടിക്ക് വെച്ചത്? അങ്ങോട്ടല്ലേ? തിരിച്ചു പോകുമ്പോൾ പണി കിട്ടുമോ? ഇതൊരു അമ്പലമായിട്ട് അറിയപ്പെടും. അടിപൊളി. അവിടെ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ കയറി വരാം. കൈയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഷൂസ് തിന്നാൻ ചാൻസ് ഉണ്ട് അവിടെ. അവിടെ തന്നെ ഉണ്ടായിരുന്നു രണ്ടും.
ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും വൈറ്റ് ആയിരിക്കും. അപ്പം ആൾക്കാർ പറയും വാഗമണ്ണെല്ലാം കണ്ട് വീഴുന്നിടത്താണ്. ഇത് മറ്റേ ലെമൺ ഗ്രാസ് ഉണ്ടോ? ആ അതാണ് പെട്ടെന്ന് മണം അടിച്ചു. ആ ഇതാ നിൽക്കുന്നു. ആ ഇത് ലെമൺ ഗ്രാസ്. പുൽത്തൈലം വാങ്ങിച്ചിട്ടില്ലേ? പുൽത്തൈലം നമ്മൾ വന്ന വഴി ഇത് തന്നെയാണോ? അല്ലല്ലോ, ഡൗട്ടുണ്ട്. ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്തപ്പോൾ തെങ്ങുന്നുണ്ട്. ഓ നൈസ് കേട്ടോ. അത് സ്ലോ ഇടണ്ട, അത് തന്നെ സ്ലോ മോഷനിലാണ്. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. തെളിഞ്ഞിട്ട് വീണ്ടും മൂടി വരും. എപ്പോഴും തെളിയുന്നതിനെക്കാട്ടിലും ഭംഗി ആ മേഘം വന്ന് മറയുന്ന. നോക്കിയാ വരുന്ന ആ ഒരു തിക്നെസ് കണ്ടോ? അതെ അതെ അതെ. ഇനിയിപ്പോഴൊന്നും മഴയില്ല അല്ലേ? ക്യാമറയകത്ത് വെച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ കാലിൽ ഇതേ കയറിയിരുന്നു. മേഘങ്ങൾ വിഷമം തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കാനല്ല, കൊണ്ടു നടക്കണം. വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇത് മൊത്തം തെളിഞ്ഞ കേട്ടോ. 2 സെക്കൻഡ് കാണും. പോകണ്ടേ? അങ്ങനെ ഒരു പറയുന്ന കേട്ടായിരുന്നു. എന്ത് പോകണ്ടേ? അങ്ങനെ ഒരു പറയുന്ന കേട്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയും. ഇത് ടൈം ലാപ്സ് അല്ല, വീഡിയോ. വീഡിയോ വീട്ടിൽ പോയിട്ട് ഞാൻ ടൈം ലാപ്സ് ആക്കിക്കോളാം. ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. ഇനി അത് മൊത്തം വെള്ളത്തിനകത്ത് കുളിച്ച് കിടക്കുക. തിരിച്ചെടുക്കുമ്പോൾ മഴ എങ്ങാനും പെയ്താൽ തീർന്നു. പുള്ളി സൈഡ് വഴി കൂളായിട്ട് ഇറങ്ങി പോകുന്നു. എവിടെ പോകും? സെറ്റ്. മാസത്തിൽ മിനിമം 2-3 ഉണ്ട് ഇപ്പോൾ. ചതയ്ക്കോ?
അങ്ങനെ സെറ്റ് ഇതിൽ ചാറുണ്ടല്ലോ ഉം. ഇങ്ങനെ വെച്ചിരുന്നാൽ സെറ്റ് ഇത് വെച്ച് തുളച്ചോട്ടാൽ പോവും. പേഴുമരം ചുവപ്പ് നിറം അല്ലേ? ആ ഇതിനെ അടിച്ച് ചാറെടുത്ത് അല്ലേ ഒരു ഒട്ടുന്ന ചാറാണ് ഇല്ല കറയാണ്. അല്ല ഇത് മരപ്പട്ടിയാ. അതല്ല ഈ തടി ഇങ്ങനെ നീക്കിയിട്ടിട്ടേ അതിന്റെ അടിയിൽ ഈ ചെതലും കരടി ചെയ്യണല്ലേ കരടി ഈ ചെറിയ ചെള്ളും മറ്റേ അതൊക്കെ ഉണ്ടോ നോക്കി കഴിക്കാൻ വേണ്ടിട്ട്. വിളക്കകത്ത് ആനക്കറി ഒരു പയറ്റ് ആനയാ? ഏകദേശം പാലത്തില്ലേ? ആ ലാസ്റ്റ് മാൻ വരുന്നു. നെറ്റിയിലെന്തുവാ? അല്ല മുടിയ അയ്യോ ഇപ്പൊ എല്ലാം കണ്ട ലീച്ച എല്ലാവരും കൂടെ ആനന്ദ് ഭൈരവ വണ്ടിയിരുന്നോ വണ്ടി തോലടി വെള്ളച്ചാട്ടം. അത് പക്ഷെ നല്ല മഴ ഉള്ളപ്പോഴേ ഫുള്ള് നിറഞ്ഞു വരത്തില്ലേ? ഭയങ്കര രസമായിരിക്കുമല്ലോ കാണാൻ. അങ്ങോട്ട് പോയാൽ മുകളിൽ വരെ കാണാം. ഈ ഒരു ട്രെക്കിന് ആവശ്യം വരുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യാനായിട്ടുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, അഡിയോസ് ആൻഡ് ഗോസ്.